എത്ര മെലിഞ്ഞോരും വണ്ണം വയ്ക്കട്ടോ. ദേ ഈ ഒരു ഐറ്റം കഴിച്ചാൽ മതി. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത്, ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് മാറ്റി വെക്കുക. പിന്നെ നല്ല പഴുത്ത പഴം, നല്ല തൊലിയൊക്കെ കറുത്ത പഴമല്ലേ, അങ്ങനത്തെ പഴം ഒന്ന് മിക്സിയിലടിച്ച് അതും മാറ്റി വയ്ക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ പഴം അടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ശർക്കര ലായനി അല്ലെങ്കിൽ പൊടിച്ച ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും ഏലക്കാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല കുറുകി വരുന്നത് വരെയും കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. പഴം ഇഷ്ടപ്പെടാത്ത നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടും കേട്ടോ. ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പാത്രം കാലിയാവണ വഴി അറിയത്തില്ല. ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തണമെന്നും വണ്ണം വയ്ക്കണമെന്നും ആഗ്രഹിക്കുന്നത് വേഗം പോയി ഉണ്ടായിക്കോ നോക്കിക്കോട്ടോ. കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിനാണ് പറയണേ. ഇത് മാത്രം കഴിച്ചെന്ന് വെച്ചാൽ വണ്ണം വയ്ക്കില്ല. അതിന് വേണ്ടിയുള്ള ഡയറ്റും എക്സസൈസും എല്ലാം ഫോളോ ചെയ്യണം. അപ്പോൾ എൻ്റെ വെയിറ്റ് ഗെയിൻ ജേണിയിൽ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ഇത്. അപ്പോൾ എനിക്ക് പഴം വെറുതെ കഴിക്കാൻ അങ്ങനെ ഇഷ്ടമല്ല. ഒന്നെങ്കിൽ ഷേക്ക് അടിച്ച് കുടിക്കും. ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരുന്ന് കഴിച്ചോളും. പക്ഷേ അങ്ങനെ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാവിലെ 1 സ്പൂണ്, വൈകുന്നേരം 1 സ്പൂണ്, ഇത് മതി. അപ്പോൾ നന്നായി കുറുകി വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ആഡ് ചെയ്ത് നന്നായി കുറുക്കിയെടുക്കുക. നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന ആ ഒരു ടെക്സ്ചർ വരെയും നമ്മൾ നന്നായി കുറുക്കിയെടുക്കുക. നെയ്യൊക്കെ തെളിഞ്ഞ് നമ്മുടെ പഴം ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കേടുവിടാണ്ട് ഒരു 2 ആഴ്ചയൊക്കെ വരെയും കേടുവിടാണ്ട് പുറത്തിരിക്കും. ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ്.